വെൽക്കം ബാക്ക് ടു അസ്യൂമാത്സ് യൂട്യൂബ് ചാനൽ. ഇന്ന് 10ാം ക്ലാസ്സിൻ്റെ ഒന്നാമത്തെ പാഠമായ സമാന്തര ശ്രേണിയുടെ രണ്ടാമത്തെ ക്ലാസ്സാണ്. ഒന്നാമത്തെ ക്ലാസ്സിൽ നമ്മൾ സംഖ്യാശ്രേണികളുമായി നമ്പർ സീക്വൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറഞ്ഞത്. അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളുടെ ഉത്തരങ്ങളാണ് ഇന്ന് നാം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമ്പർ സീക്വൻസുമായി ബന്ധപ്പെട്ട് 10th പേജിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്യുന്നത്. അവിടെ ടെക്സ്റ്റ് ബുക്കിൽ 2, 3, 4 ചോദ്യങ്ങൾ നമുക്ക് ഉത്തരം കാണാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, സമഭുജ ത്രികോണം അഥവാ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ, സമചതുരം സ്ക്വയർ, സമപഞ്ചഭുജം റെഗുലർ പെന്റഗൺ എന്നിങ്ങനെ തുടങ്ങുന്ന ജ്യാമിതീയ രൂപങ്ങളുടെ ജിയോമെട്രിക്കൽ ഫിഗേഴ്സിന്റെ ശ്രേണിയിൽ നിന്ന് സീക്വൻസിൽ ചുവടെ പറയുന്ന വശങ്ങളുടെ എണ്ണം എഴുതുക. അത് ഞങ്ങളുടെ സമഭുജ ത്രികോണം, equilateral triangle, എന്ന് വരയ്ക്കുന്നു. equilateral triangle, അതുപോലെ സമചതുരം സ്ക്വയർ, സമപഞ്ചഭുജം റെഗുലർ പെന്റഗൺ, ഈ 3 കാര്യങ്ങളാണ് തന്നിട്ടുള്ളത്. ഈ 3 രൂപങ്ങൾ ഇവിടെ ശ്രേണി, ജ്യാമിതീയ രൂപങ്ങളുടെ ശ്രേണികൾ ചുവടെ പറയുന്ന സംഖ്യാശ്രേണികൾ ഉണ്ടാക്കുക എന്നതാണ്. ഒന്ന്, വശങ്ങളുടെ എണ്ണം, നമ്പർ ഓഫ് സൈഡ്സ്, അകക്കോണുകളുടെ തുക, സം ഓഫ് ഇന്നർ ആംഗിൾ, പിന്നീട് പുറംകോണുകളുടെ തുക, സം ഓഫ് ഔട്ടർ ആംഗിൾ ഓർ എക്സ്റ്റീരിയർ ആംഗിൾ, ഇന്നർ ആംഗിൾ ഓർ ഇന്റീരിയർ ആംഗിൾ, രണ്ട് രൂപത്തിൽ പറയാം. പിന്നെ ഒരു അകക്കോണിന്റെ അളവ്, മെഷർ ഓഫ് ആൻ ഇന്നർ ആംഗിൾ, ഈച്ച് ഇന്നർ ആംഗിൾ. മെഷർ ഓഫ് ആൻ ഇന്നർ ആംഗിൾ ഓർ ഈച്ച് ഇന്നർ ആംഗിൾ. കാരണം ഇത് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറയുന്നതും സ്ക്വയർ എന്ന് പറയുന്നതും റെഗുലർ പെന്റഗൺ എന്ന് പറയുന്നതും റെഗുലർ പോളിഗൺസ് ആണ്. റെഗുലർ പോളിഗൺസ് ആയതുകൊണ്ട് തന്നെ അതിന്റെ ഇന്നർ ആംഗിളും ഈക്വൽ ആയിരിക്കും, ഔട്ടർ ആംഗിളും ഈക്വൽ ആയിരിക്കും. അതുകൊണ്ടാണ് ഈച്ച് ഇന്നർ ആംഗിൾ എന്ന് എഴുതിയിരിക്കുന്നത്. മറ്റൊന്ന്, ഒരു പുറംകോണിന്റെ അളവാണ് ഈച്ച് ഔട്ടർ ആംഗിൾ. ഇതാണ് എഴുതുന്നത്. ഇതിന്റെ ശ്രേണി അഥവാ ഇവയുടെ സീക്വൻസ് എഴുതാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇവിടെ ശ്രദ്ധിക്കാൻ നേരത്തെ പറഞ്ഞ കാര്യം, ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറയുന്നതും സ്ക്വയർ എന്ന് പറയുന്നതും റെഗുലർ പെന്റഗൺ എന്ന് പറയുന്നത്, ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ 3 സൈഡും ഈക്വൽ ആണ്, സ്ക്വയറിന്റെ 4 സൈഡും ഈക്വൽ ആണ്, 4 ആംഗിൾ ഈക്വൽ ആണ്. ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ 3 സൈഡും ഈക്വൽ ആണ്, 3 ആംഗിൾ ഈക്വൽ ആണ്. റെഗുലർ പെന്റഗൺ ആണെങ്കിലും അതിന്റെ 5 സൈഡ്സും 5 ആംഗിൾസും ഈക്വൽ ആണ്. ഇങ്ങനെ സൈഡ്സും ആംഗിൾസും ഈക്വൽ ആയി വരുന്ന പോളിഗൺസിനെയാണ് നമ്മൾ റെഗുലർ പോളിഗൺ എന്ന് പറയുന്നത്. ഇക്വിലാറ്ററൽ ട്രയാങ്കിളും സ്ക്വയറും റെഗുലർ പെന്റഗണും റെഗുലർ പോളിഗൺസ് ആണ്. അതുകൊണ്ട് തന്നെ അവയുടെ എല്ലാ ഇന്നർ ആംഗിളും ഈക്വൽ ആയിരിക്കും, ഓരോ ഔട്ടർ ആംഗിളും ഈക്വൽ ആയിരിക്കും. ഇനി ഓരോന്നും നമുക്ക് കാണാം. നമ്പർ ഓഫ് സൈഡ്സ്, ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ നമ്പർ ഓഫ് സൈഡ്സ് 3 ആണ്. ട്രയാങ്കിളിന് 3 സൈഡാണ് ഉണ്ടാവുക. സ്ക്വയർ ആവുമ്പോൾ 4 സൈഡ് ഉണ്ടാവും. റെഗുലർ പെന്റഗൺ ആവുമ്പോൾ, പെന്റഗൺ എന്ന് പറയുന്നത് 5 വശമുള്ള 5 സൈഡഡ് പോളിഗൺ ആണ്. അപ്പോൾ റെഗുലർ പെന്റഗൺ 5 സൈഡ്സ് ഉണ്ടാവും. 3, 4, 5 ഇതിന്റെ സീക്വൻസ് 3, 4, 5 എക്സെട്ര. ഇതിന്റെ അടുത്തത് റെഗുലർ ഹെക്സഗൺ വരുമ്പോൾ 6 ആവും, റെഗുലർ ഹെപ്റ്റഗൺ വരുമ്പോൾ 7 ആവും. അതെങ്ങനെ തുടർന്നു പോകും? നമുക്ക് ചോദിച്ചത് മാത്രമേ. സം ഓഫ് ഇന്നർ ആംഗിൾ എന്ന് പറയുന്നത്, ഇന്നർ ആംഗിൾ കാണാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇന്നർ ആംഗിൾ n-2 × 180 ആണ്. n എന്ന് പറയുന്നത് നമ്പർ ഓഫ് സൈഡ്സ് ആണ് 3. അപ്പൊ n-2 × 180 എന്ന് പറയുന്നത് നമുക്കറിയാം, ഒരു ട്രയാംഗിളിന്റെ സം ഓഫ് ഇന്നർ ആംഗിൾ 180 ഡിഗ്രിയാണ്. n-2 എന്ന് പറഞ്ഞാൽ 1, 3 - 2 = 1, 1 × 180 180. ഇനി സ്ക്വയർ ആവുമ്പോൾ n-2 2 × 180 360 ഡിഗ്രി എന്നാണ്. അതുപോലെ റെഗുലർ പെന്റഗൺ ആകുമ്പോൾ 5 സൈഡാണ് ഉണ്ടാവുക, അത്
5 minus 2, n minus 2, 5 minus 2, 3 into 180, 3 into 180, 540 degree. ഇതിങ്ങനെ തുടരും. അടുത്തതാകുമ്പോൾ 720 അങ്ങനെ പോകും. സം ഓഫ് ഇന്നർ ആംഗിൾസിന്റെ സീക്വൻസ് ആണ് നമ്മൾ എഴുതിയിട്ടുള്ളത്. ഇനി സം ഓഫ് ഔട്ടർ ആംഗിൾസ്. ഔട്ടർ ആംഗിളിനെ കുറിച്ച് നമ്മൾ 8th സ്റ്റാൻഡേർഡിൽ പഠിച്ചിട്ടുണ്ട്. സം ഓഫ് ഔട്ടർ ആംഗിൾ എന്ന് പറഞ്ഞാൽ ഏത് പോളിഗൺ എടുത്താലും ഔട്ടർ ആംഗിളിന്റെ സം ഓർ എക്സ്റ്റീരിയർ ആംഗിളിന്റെ സം എന്ന് പറയുന്നത് 360 ഡിഗ്രിയാണ്. അത് ഇക്വിലാറ്ററൽ ട്രയാംഗിൾ ആണെങ്കിലും 360 ആണ്, സ്ക്വയർ ആണെങ്കിലും 360 ആണ്, റെഗുലർ പെന്റഗൺ ആണെങ്കിലും 360 ആണ്. എല്ലാം 360 ഡിഗ്രി ആയിരിക്കും. ഇനി ഈച്ച് ഇന്നർ ആംഗിൾ ഓഫ് ഇക്വിലാറ്ററൽ ട്രയാംഗിൾ, അത് നമുക്കറിയാം 3 ഇന്നർ ആംഗിൾ ആണ് ഉണ്ടാവുക. 3ഉം കൂടെ കൂട്ടിയാൽ 180 ആണ്. അപ്പോൾ 180/3 എന്ന് അങ്ങനെ തന്നെ എഴുതുക. 180/3 ഡിഗ്രി ഈച്ച് ഇന്നർ ആംഗിൾ. ഇതാകുമ്പോൾ 360 ആണ് സ്ക്വയറിന്റെ ഇന്നർ ആംഗിളിന്റെ സം. 360/4 എന്ന് വരും. ഇത് 540 ആണ്. 540/5 എന്നത്. അപ്പോൾ ഈച്ച് ഇന്നർ ആംഗിൾ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ഇക്വിലാറ്ററൽ ട്രയാംഗിളിനെ സംബന്ധിച്ച് ട്രയാംഗിളിന് 3 ഇന്നർ ആംഗിൾ ഉണ്ടാവും. ആ 3 ഇന്നർ ആംഗിളും ഈക്വൽ ആണ്. കാരണം ഇത് റെഗുലർ പോളിഗൺ ആയതുകൊണ്ട് അതിനെ 3 കൊണ്ട് എല്ലാം ഈക്വൽ ആണ്. അപ്പോൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 180/3 60 ഡിഗ്രിയാണ് ഒരു ഇക്വിലാറ്ററൽ ട്രയാംഗിളിന്റെ ഓരോ ഇന്നർ ആംഗിളും ഓർ ഇന്റീരിയർ ആംഗിൾ. സ്ക്വയർ ആവുമ്പോൾ നമുക്കറിയാം 90 ഡിഗ്രിയാണ്. 360 ആണ് ടോട്ടൽ. അതിനകത്ത് 4 ആംഗിൾസ് ഉണ്ട്. 4 ഈക്വൽ ആണ്. 360/4 90 ഡിഗ്രി. ഇനി റെഗുലർ പെന്റഗൺ ആണെങ്കിൽ 540 ആണ് ടോട്ടൽ ഇന്നർ ആംഗിൾ. 540/5 എന്നാണ് വരിക. 108 ഡിഗ്രിയാണ് വരിക. ഓരോ ഇന്നർ ആംഗിളും 108 ഡിഗ്രി, 108 ഡിഗ്രിയാണ് വരിക. ഇനി ഈച്ച് ഔട്ടർ ആംഗിൾ ആണ് കാണേണ്ടത്. ഔട്ടർ ആംഗിൾ നമുക്കറിയാം എല്ലാ പോളിഗന്റെയും ഔട്ടർ ആംഗിൾ 360 ഡിഗ്രിയാണ്. അപ്പം ഇവിടെ 360/3 ആണ് വരിക. 3 ഔട്ടർ ആംഗിൾ ആണ് ഉണ്ടാവുക. ഓരോ സൈഡിനെയും ഓരോ ഭാഗത്തേക്ക് നീട്ടിയാൽ 3 ഔട്ടർ ആംഗിൾ ഉണ്ടാവും. അപ്പോൾ 360/3 ഇവിടെ ആവുമ്പോൾ 360/4 എന്ന് വരും. ഇവിടെ 360/5 എന്ന് വരും. ഇത് എത്രയുണ്ട് എന്ന് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. 360/4 എന്ന് പറയുന്നത് 120 ആണ്. 360/3 എന്ന് പറയുന്നത് 120 ഡിഗ്രിയാണ്. 360/4 എന്ന് പറയുന്നത് 90 ഡിഗ്രിയാണ്. 360/4 എന്ന് പറയുന്നത് 72 ഡിഗ്രിയാണ്. അപ്പോൾ ഇങ്ങനെ ഇതിൻ്റെ ഓരോന്നിൻ്റെയും ശ്രേണികൾ നമുക്ക് കിട്ടും. ഇത് ഓരോന്നും ഓരോ സീക്വൻസുകളായിട്ട് നമുക്ക് കിട്ടും. ക്വസ്റ്റ്യൻ നമ്പർ 2, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കുറെ പൊട്ടുകൾ അടുക്കിയിട്ട് ത്രികോണങ്ങൾ ഉണ്ടാക്കിയതാണ്. അതായത് ഡോട്ട്സ്. ലുക്ക് അറ്റ് ദീസ് ട്രയാംഗിൾസ് മെയ്ഡ് വിത്ത് ഡോട്ട്സ് എന്നാണ്. അതായത് ഇങ്ങനെ ഡോട്ട്സ് ഉപയോഗിച്ച് ട്രയാംഗിൾസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇങ്ങനെ ട്രയാംഗിൾ വേറെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇങ്ങനെ ട്രയാംഗിൾസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് നമ്മൾ ചെയ്യേണ്ടത് തുടർന്നുള്ള 3 ത്രികോണങ്ങൾ ഉണ്ടാക്കാൻ വേണ്ട ഡോട്ട്സിന്റെ എണ്ണം കണക്കാക്കുക എന്നുള്ളതാണ്. Compute the number of dots needed to make the next 2 triangles, 3 triangles. ഇനി തുടർന്ന് 3 എണ്ണം കൂടെ ഇങ്ങനെ ഉണ്ടാക്കണമെങ്കിൽ എത്ര ഡോട്ട്സ് വേണം? അപ്പോൾ നമുക്ക് ഇതിന്റെ റിലേഷൻ ഒന്ന് ആദ്യം നോക്കാം. ഒന്നാമത്തെ ചിത്രത്തിൽ ഒന്നാമത്തെ ട്രയാംഗിൾ ഉണ്ടാക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന ഡോട്ടുകൾ 3 ആണ്. 1 3 ആണ്. രണ്ടാമത്തതിൽ 1 2 3 4 5 6 ആണ്. മൂന്നാമത്തതിൽ 4 + 3 7 + 2 9 + 1 10 ആണ്. ഒന്നാമത്തതിൽ 3 ആണ്, രണ്ടാമത്തതിൽ 6 ആണ്, മൂന്നാമത്തിൽ 10 ആണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഒന്നാമത്തതിനുള്ള 3നോട് 3 കൂട്ടുമ്പോഴാണ് 6 നമുക്ക് കിട്ടിയത്. അപ്പോൾ 3 കൂട്ടി. ഇനി 6നോട് 4 കൂട്ടുമ്പോഴാണ് 10 കിട്ടുന്നത്. ഇങ്ങനെ ഒരു ലോജിക്ക് നമുക്ക് കിട്ടും. ഒന്നാമത്തതിന് 3 ഡോട്ട്സ് ആണ് ഉപയോഗിച്ചത്. അതിനോട് 3 കൂടെ കൂട്ടിയാൽ അടുത്തതിന് 6 കിട്ടും.
3നോട് 3 കൂട്ടുന്നു. പിന്നീട് 6നോട് 4 കൂട്ടുമ്പോഴാണ് 10 കിട്ടുന്നത്. ഇനി അങ്ങനെയാകുമ്പോൾ നാലാമത്തത് 10നോട് എത്ര കൂട്ടേണ്ടി വരും? 10നോട് 5ഉം കൂടെ കൂട്ടി 15 ഡോട്ട്സ് ആയിരിക്കും ആവശ്യമായിട്ട് വരിക. അങ്ങനെ ആകുമ്പോൾ അഞ്ചാമത്തത് ഉണ്ടാക്കാൻ 15നോട് 6 ഡോട്ട്സ് കൂട്ടി 21 ഡോട്ട്സ് വേണ്ടി വരും. ഇങ്ങനെയൊരു റിലേഷൻ നമുക്ക് ഇവിടുന്ന് കിട്ടും. അങ്ങനെയാകുമ്പോൾ 1, 2, 3 നമ്മൾ എഴുതി. നാലാമത്തത് 15 + 6, മൂന്നാമത്തതിൽ 10 എണ്ണം, നാലാമത്തതിൽ 10 + 5 15 എണ്ണം, അഞ്ചാമത്തതിൽ 15 + 6 21, ആറാമത്തതിൽ 21 + 7 28 ഡോട്ട്സ്. ഇപ്പോൾ 15, 21, 28 ഇത്രയും ഡോട്ട്സ് ആയിരിക്കും അടുത്ത 3 ട്രയാങ്കിൾസ് അഥവാ ത്രികോണങ്ങൾ ഉണ്ടാക്കാൻ ആവശ്യമായിട്ട് വരിക എന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയും. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. 3 കൊണ്ട് ഹരിച്ചാൽ 1 ശിഷ്ടം വരുന്ന എണ്ണൽ സംഖ്യകളുടെയും 2 ശിഷ്ടം വരുന്ന എണ്ണൽ സംഖ്യകളുടെയും ശ്രേണികൾ എഴുതുക എന്നതാണ് ക്വസ്റ്റ്യൻ. Write down the sequence of natural numbers leaving remainder 1 on division by 3 and the sequence of natural numbers leaving remainder 2 on division by 3. 3 കൊണ്ട് ഹരിക്കുമ്പോൾ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ 3 കൊണ്ട് ഹരിക്കുമ്പോൾ when divided by 3 റിമൈൻഡർ 1 ശിഷ്ടം വരുന്ന ശ്രേണികൾ ഏത്? അപ്പോൾ 3 കൊണ്ട് ഹരിക്കുമ്പോൾ 1 ശിഷ്ടം വരുന്ന ശ്രേണികൾ നമുക്കറിയാം. ഒരു 3, 3, 1 ഇപ്പം 4 വരാം. 4നെ 3 കൊണ്ട് ഹരിക്കുമ്പോൾ 1 വരാം. അതുപോലെ 1നെ 3 കൊണ്ട് ഹരിച്ചാലും ശിഷ്ടം 3ആണ്. ഒരു ശിഷ്ടം 1ആണ്. 1നെ 3 കൊണ്ട് ഹരിക്കാൻ പറയാം 1 ഹരിക്കണം 3. ഇങ്ങനെയാണ് നമ്മൾ എഴുതുന്നത്. 3ൽ 3 അപ്പോൾ സാധാരണ നമ്മളിത് പിന്നെ 0 × 3 0 റിമൈൻഡർ 1. അപ്പോൾ ഇത് 1 എന്ന് പറയുന്ന നമ്പർ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 1 വരുന്ന നമ്പറാണ് 1. അതുപോലെ 4നെ 3 കൊണ്ട് ഹരിച്ചാലും റിമൈൻഡർ 1 ആണ്. 3ൽ 3 ഒരു പ്രാവശ്യം പിന്നെ റിമൈൻഡർ 1. അതുപോലെ 7 വരും, 7, 10 വരും. ഇങ്ങനെ തുടരും. ഈ ശ്രേണി 1, 4, 7, 10 എന്നിങ്ങനെ തുടരുന്ന ഒരു ശ്രേണിയായിരിക്കും നമുക്ക് കിട്ടുക. അതായത് 3ന്റെ മൾട്ടിപ്പിൾസിനോട് 1 കൂട്ടിയതാണ്. അതിൽ 1 വരും. കാരണം 0 ഹരണഫലം വരുന്ന 1നെ 3 കൊണ്ട് ഹരിച്ചാൽ 0 ഹരണഫലവും ശിഷ്ടം 1 ആണ്. അപ്പോൾ 1, 4, 7, 10 എന്ന് തുടങ്ങുന്ന ഒരു ശ്രേണിയായിരിക്കും നമുക്ക് കിട്ടുക. ഇനി 2 ശിഷ്ടം വരുന്ന എണ്ണൽ സംഖ്യ എന്നുള്ള നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2നെ 3 കൊണ്ട് ഹരിച്ചാൽ 2 ഹരിക്കണം 3. 2നെ 3 കൊണ്ട് ഹരിച്ചാലും 2ൽ 3 0 ടൈംസ്. ഇപ്പം 0 റിമൈൻഡർ 2 ആണ്. അപ്പം 2 വരും. പിന്നെ 5 വരും. 5നെ 3 കൊണ്ട് ഹരിച്ചാലും 3 + 2 ആണ് 5. അതുപോലെ 8 വരും, 11 വരും, ഇങ്ങനെ. അതായത് 3യുടെ മൾട്ടിപ്പിൾസിനോട് 2 കൂട്ടിയത്. അപ്പോൾ 3ന്റെ മൾട്ടിപ്പിൾ ആകുമ്പോൾ റിമൈൻഡർ 0 ആവും. പിന്നെ 2 വരും. 2 റിമൈൻഡർ വരും. പക്ഷെ 2 ഉണ്ടാവും. ഒന്നാമത്തെ നമ്പർ 2 ആയിരിക്കും. 2നെ 3 കൊണ്ട് ഹരിച്ചാലും ഹരണഫലം 0 ആണ്. ശിഷ്ടം അഥവാ റിമൈൻഡർ 2 ആയിരിക്കും കിട്ടുക. അപ്പോൾ അതിൻ്റെ ഉത്തരം ആ സീക്വൻസ് 2, 5, 8, 11 എക്സെട്ര എന്ന് പറയുന്നൊരു സീക്വൻസ് ആണ് കിട്ടുന്നത്. ഇനി 4th ക്വസ്റ്റ്യൻ. 1,6 എന്നീ അക്കങ്ങളിൽ അവസാനിക്കുന്ന എണ്ണൽ സംഖ്യകളുടെ ശ്രേണി എഴുതുക. the number sequence ending with 1,6. 1,6ൽ അവസാനിക്കുന്ന നമ്പേഴ്സ് 1, 6, 11, 16, 21, 26 എക്സെട്ര ഇങ്ങനെയാണ് പോവാ. 1ലോ 6ലോ അവസാനിക്കുന്ന നാച്ചുറൽ നമ്പേഴ്സ് ending in 1 or 6 and describe it in 2 other ways. 2 ഡിഫറെന്റ് വേയിൽ നമ്മൾ ഇതിനെ വിശദീകരിക്കും, ഈ പറഞ്ഞ പോലെ അല്ലാതെ. അപ്പോൾ ഒന്ന് നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാം 1, 6, 11, 16, 21, 26. ഇതെല്ലാം 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 1 വരുന്നു. അപ്പോൾ 1 ഹരണഫലം 0 ആയിരിക്കും. റിമൈൻഡർ 1 ശിഷ്ടം 1 ആയിരിക്കും. 5നെ ഹരിച്ചാൽ 5 + 1 6 ആണ്. പിന്നെ വരുന്നതൊക്കെ 5ന്റെ മൾട്ടിപ്പിൾസിനോട് 1 ആഡ് ചെയ്യുന്നതാണ്. അപ്പോൾ റിമൈൻഡർ 1 ആയിരിക്കും. അപ്പോൾ ഒരു രൂപം എന്നല്ല
5 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 1 വരുന്ന ശ്രേണി എന്നേ പറയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അതിൽ 1 വരില്ല. 5ന്റെ ഗുണിതങ്ങളോട് 1 കൂട്ടിയ കിട്ടുന്ന ശ്രേണി ആകുമ്പോൾ 1 ഉണ്ടാവില്ല. 5 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 1 വരുന്ന when divided by 5 remainder 1 അങ്ങനെ വരുന്ന സീക്വൻസിന്റെ ഒരു ശ്രേണിയാണെന്ന് നമുക്കിത് പറയാം. 1, 6, 11, 16, 21, 26. ഇനി മറ്റൊരു രൂപത്തിൽ പറയാന്ന് പറഞ്ഞാൽ 10ഉമായിട്ട് ബന്ധിപ്പിച്ചിട്ട് ഇതിനെ പറയാം. 10 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 1ഓ 6ഓ 1ഓ 6ഓ വരുന്ന സംഖ്യകളുടെ ശ്രേണി, എണ്ണൽ സംഖ്യകളുടെ ശ്രേണി എന്ന് പറയാം. അപ്പോൾ 5 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 1 വരുന്ന എണ്ണൽ സംഖ്യകളുടെ ശ്രേണി എന്ന് പറയാം. അല്ലെങ്കിൽ 10 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 1ഓ 6ഓ വരുന്ന എണ്ണൽ സംഖ്യകളുടെ ശ്രേണി എന്നും നമുക്ക് ഇതിനെ 2 രൂപത്തിൽ നമുക്ക് പറയാൻ പറ്റും.